പള്ളികളിൽ രാമനാമം ജപിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഭീഷണി മുഴക്കുന്ന സംഘപരിവാർ വർഗീയ കോമരങ്ങളുണ്ട് ഈ നാട്ടിൽ. അവർ അറിയേണ്ടുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാമനായാലും പ്രവാചകനായാലും അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മാനവ സേവയാണ് മാധവ സേവയെന്ന് പഠിപ്പിച്ച പുരാണങ്ങളെയും ഗുരുക്കന്മാരെയും മറന്നാണ് പല വർഗീയ വിഷയങ്ങളും രാജ്യത്ത് പത്തി വിടർത്തി ആടാറുള്ളത്. ഇതിപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം കർണാടകയിലെ കുടകിൽ നിന്നും ഒരു വാർത്ത കണ്ടു. കാട്ടാനകൾ തിമിർത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന കാടുകളിലൂടെയുള്ള യാത്ര വഴിമുട്ടിയപ്പോൾ കർണാടകയിൽ ശബരിമല തീർത്ഥാടകർക്ക് അഭയം നൽകിയത് മുസ്ലിം പള്ളിയിലാണ്. കർണാടകത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളിലായി യാത്ര ചെയ്ത 6 ശബരിമല തീർത്ഥാടകർക്കാണ് പള്ളിയിൽ താമസ സൗകര്യം മുസ്ലിം സഹോദരന്മാർ ഒരുക്കിയത്. കർണാടകയിലെ കുടക് ജില്ലയിലാണ് ഈ സംഭവം. എടത്തറ ഗ്രാമത്തിലെ ലിവാഉൽ ഹുദ ജുമാ മസ്ജിദാണ് തീർത്ഥാടകർക്ക് അങ്ങനെ ഒരു താമസ സൗകര്യം ഒരുക്കിയത്. നമുക്കറിയാം, വടക്കൻ കേരളവുമായി അതിർത്തു പങ്കിടുന്ന കർണാടകയിലെ ജില്ലയാണ് കുടക്. വന്യമൃഗങ്ങളുടെ, പ്രത്യേകിച്ച് ആനകളുടെ വിഹാര കേന്ദ്രമാണ് കുടക് എന്ന് പറയുന്നത്. കണ്ണൂരിലേക്കും വയനാട്ടിലേക്കും എത്തിച്ചേരുന്ന വഴികളെല്ലാം ഇരുട്ടായാൽ ആനകൾ കൈയടക്കി അവിടെ നിറയും. ഈ സാഹചര്യം കൂടുതൽ മനസ്സിലാക്കാതെയാണ് അയ്യപ്പ ഭക്തന്മാർ ബൈക്കിൽ ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടത്. തീർത്തും വഴിമുട്ടിപ്പോയ ഒരു യാത്ര. തീർത്ഥാടകർക്ക് വന്യമൃഗങ്ങളുടെ ഭീഷണി മൂലം കാട്ടിലൂടെയുള്ള യാത്ര ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് പള്ളി കമ്മിറ്റി താമസ സൗകര്യം ഒരുക്കിയത്. ബൈക്കിൽ പോകുമ്പോൾ പള്ളി കണ്ട ശബരിമല തീർത്ഥാടകർ അവിടെ അഭയം തേടുകയായിരുന്നു. തുടർന്ന് മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി. തീർത്ഥാടകരായ കമലേഷ് ഗൗരി, ഭീമപ്പ സനാദി, ശിവാനന്ദ നവേദി, ഗംഗാധരബാദി, സിദ്ധരോത് സനാദി എന്നിവർക്കാണ് പള്ളി കമ്മിറ്റി താമസ സൗകര്യം ഒരുക്കിയത്. അയ്യപ്പ ഭക്തന്മാർ അനുഷ്ഠിച്ചു വരുന്ന വ്രതത്തിനനുസൃതമായ ഭക്ഷണവും കുളിക്കാനുള്ള സൗകര്യവും മാത്രമല്ല, പള്ളിയിൽ നിന്നു തന്നെ രാവിലത്തെ പ്രാർത്ഥനകളും നടത്തിയാണ് 6 അംഗ സംഘത്തെ പള്ളി കമ്മിറ്റി യാത്രയാക്കിയത്. വിശ്വാസികൾക്ക് മതം നോക്കാതെ സൗകര്യങ്ങൾ ഒരുക്കി നൽകാറുള്ള ഒരു പള്ളിയാണത്. ഈ വഴി രാത്രി പോകുന്നവർക്ക് ആവശ്യമെങ്കിൽ മസ്ജിദിൽ ഇനിയും മുഴുവൻ താമസ സൗകര്യം ഒരുക്കുമെന്ന് പള്ളി കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഉൾനാടൻ ഗ്രാമങ്ങളിൽ നടന്നു വരുന്ന ഒരു സാധാരണ സംഭവങ്ങളാണെങ്കിലും വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത നമ്മൾ നൽകിയത് വർഗീയ വിഷവിത്തുകൾ തകർത്താടുന്ന നമ്മുടെ ആധുനിക ഇന്ത്യയിൽ ഈ തരം വാർത്തകൾ കൂടുതൽ ആളുകളെ അറിയിക്കേണ്ടുന്നതിൻ്റെ ഒരു ബാധ്യത മതേതരത്വത്തെ സ്നേഹിക്കുന്ന മീഡിയ ഗ്രാമം പോലെയുള്ള ചാനലുകൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും ഗാന്ധിജി പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇപ്പോഴും ഗ്രാമങ്ങളിൽ തന്നെയാണ്, അല്ലാതെ മതഭ്രാന്തന്മാരുടെ സ്വപ്ന സൗധങ്ങളിലല്ല.